NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ നിശബ്ദ പ്രചാരണത്തിനിടയിലാണുള്ളത്. വീടുകൾ കയറിയിറങ്ങിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കൃഷ്ണേട്ടാ, നിശബ്ദ പ്രചാരണമാണ്, പക്ഷേ വീടുകളിലേക്ക് ഓടിയെത്തുകയാണ്. അതെ അതെ. പരമാവധി വീടുകളിലെത്തി വോട്ടർമാരെ കാണുക. തുടക്കം മുതലുള്ള ലക്ഷ്യം അതായിരുന്നു. അത് ഇന്നും തുടരുന്നു, അവസാന നിമിഷങ്ങളിലും തുടരുന്നു. ഇന്നിപ്പം നമ്മൾ ഈ മണ്ഡലം കുറേ രാഷ്ട്രീയ വിവാദങ്ങൾ ചർച്ച ചെയ്താണ്, വികസന വിഷയങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ ഇന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം ശ്രദ്ധയിൽപ്പെട്ടോന്നറിയില്ല. രണ്ട് പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ ഒരു LDFിൻ്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അഡിറ്റോറിയൽ പ്രത്യക്ഷപ്പെടുകയാണ്. വാർത്തയ്ക്ക് സമാനമായ രീതിയിലാണ്. അതിന് ശ്രദ്ധിച്ചിരുന്നു? അതെ, രണ്ട് പത്രങ്ങളും സിറാജിലും സുപ്രഭാതത്തിലുമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. രണ്ട് മുന്നണികളും മുസ്ലിം ന്യൂനപക്ഷത്തെ വോട്ട് ബാങ്കായിട്ട് കാണുന്നു. അവർ വെറും തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം അവരെ സമീപിക്കുക, അവരുടെ പ്രീണനം നടത്തി മുസ്ലിം വോട്ട് ബാങ്ക് വോട്ട് ലഭിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇതിൽ ഇന്നത്തെ പരസ്യത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് UDFിനോട് പറയാനുള്ളത്, ശ്രീ സന്ദീപ് എടുത്ത നിലപാടുകൾ, ഇതിനു മുമ്പ് എടുത്ത നിലപാടുകളെല്ലാം ഒരു സുപ്രഭാതത്തിൽ സന്ദീപ് മറന്നു എന്ന് വെച്ച് UDF എടുത്താൽ ജനങ്ങളത് മറക്കില്ലല്ലോ. സന്ദീപ് UDFിൽ ചേരുന്നു, മോദിയെ തെറി വിളിക്കുന്നു, പാണക്കാട് പോകുന്നു, ഇതൊന്നും സാധാരണ വോട്ടർമാർക്ക് ദഹിക്കില്ല. അവരെല്ലാം കഴിഞ്ഞ കുറേ കാലമായിട്ട് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ സന്ദീപിന് പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ സന്ദീപ് അന്ന് എടുത്ത നിലപാടുകൾക്കാണ്. അതൊരു സുപ്രഭാതത്തിൽ മാറ്റിയാൽ അതിന് പിന്തുണ കിട്ടില്ല. UDF എടുത്തു വെച്ചിരിക്കുന്നത് വേലി കിടക്കണ പാമ്പിനെടുത്ത് തലയിൽ വെച്ച പോലെയാണ്. UDFിന് കയ്യിലിരിക്കുന്നതും പോയി പറക്കുന്നത് തൊട്ട് കിട്ടാത്ത ഈ സ്ഥിതിയിലാണ്. ആ സ്ഥിതിയിലേക്കാണ് UDF പോകുന്നത്. വലിയ തിരിച്ചടി UDFിന് ഉണ്ടാകാൻ പോകുന്നു. പരമ്പരാഗതമായിട്ട് അവർക്ക് കിട്ടിയിരുന്ന പിന്തുണ പോലും മുസ്ലിം വിഭാഗത്തിൻ്റെ ഇടയിൽ നിന്ന് കിട്ടാതെ പോകുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത്. വലിയ തിരിച്ചടിയാണ്. കാരണം അവർ ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയൊരു വിഡ്ഢിത്തരായിട്ട് ഈ സമയത്ത് കാണാൻ കഴിയുള്ളൂ. ഈ കാര്യത്തിൽ ഷാഫി പറമ്പിലിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഷാഫി പറഞ്ഞു വർഗീയ ഭിന്നിപ്പിനുള്ള ശ്രമമാണ്. അല്ല, ഷാഫി പറമ്പിൽ ഇത്രയും ദിവസം എവിടെയായിരുന്നു? മുനമ്പത്ത് 610 കുടുംബങ്ങളെ കുടിയിറക്കാനുള്ള ശ്രമം നടക്കുന്ന സമയത്ത്, അവർ കഴിഞ്ഞ ഒരു മാസത്തിലധികമായിട്ട് സമരം ചെയ്യുന്ന സമയത്ത് ആ കുടിയിറക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് ഷാഫി പറമ്പിൽ സംസാരിച്ചോ? ഷാഫിക്ക് ഇപ്പോഴാണല്ലോ മുനമ്പത്തെ ആളുകളെക്കുറിച്ച് ബോധം വന്നത്. തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ പാലക്കാട് വലിയ തിരിച്ചടി, മുനമ്പം വിഷയത്തിൻ്റെ പേരിൽ തിരിച്ചടി ലഭിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ഷാഫി രമ്യമായിട്ട് പരിഹരിക്കുന്നത്. അതല്ല പാലക്കാട്ടിലെ വോട്ടർമാർ ആഗ്രഹിക്കുന്നത്. ഷാഫി പറമ്പിലെ ആർജവമുണ്ടെങ്കിൽ പറയേണ്ടത് 610 കുടുംബങ്ങളിൽ ഒരാളെ പോലും കുടിയൊഴിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയാനുള്ള ആർജവമുണ്ടോ? അവരുടെ ഭൂമി നഷ്ടപ്പെടില്ല എന്ന് പറയാനുള്ള ആർജവമുണ്ടോ? രമ്യമായി പരിഹരിക്കും. ഈ രമ്യമായി പരിഹരിക്കൽ നാളെ 6 മണി വരെയാണ്. അത് കഴിഞ്ഞാൽ ഈ നിലപാടിൽ നിന്ന് വ്യത്യാസം വരും. ഞങ്ങളല്ലാതെ പറയുന്നത്, ഞാൻ അവിടെ മുനമ്പത്ത് പോയിട്ട് നേരിട്ട് പിന്തുണ പ്രഖ്യാപിച്ചതാണ്. ഞങ്ങൾ പറയുന്നു, മുനമ്പത്തെ ഒരാളെ പോലും അവിടുന്ന് കുടിയൊഴിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഈ പത്രപരസ്യം കാണുമ്പോൾ വർഗീയ ഭിന്നിപ്പ് എന്ന് പറയുന്നത് പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട് രണ്ട് മുന്നണികളും തമ്മിൽ മുസ്ലിം ജനവിഭാഗത്തെ വോട്ട് ബാങ്കായിട്ടാണ്, വോട്ടായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ പോസിറ്റീവ് പോളിറ്റിക്സാണ്. അവരുടെ അടുത്ത് ഡെവലപ്മെൻറ്റാണ് ഞങ്ങൾ പറയുന്നത്. അല്ല, തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മാത്രം അവരോടടുത്ത് പോയി എന്തെങ്കിലും പ്രീണനം നടത്തി വോട്ട് പിടിക്കലല്ല. ഞങ്ങൾ അവരോട് പറയുന്നത് ഡെവലപ്മെൻറ്റാണ്. ആ ഡെവലപ്മെൻറ്റിൻ്റെ പേരിലാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. അവർക്ക് തിരിച്ചറിയാം, പാലക്കാട്ടത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് രണ്ട് മുന്നണികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ ഇത്തവണ ഞങ്ങളുടെ കൂടെ നിൽക്കുക. മന്ത്രി MP രാജേഷ് ഇപ്പം മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എല്ലാ പത്രങ്ങളിലും പരസ്യം നൽകിയിട്ടുണ്ട്, 2 പത്രങ്ങൾ മാത്രമായി ചർച്ചയാക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മുനിസിപ്പാലിറ്റിയിൽ BJPയുടെ കോട്ടയിൽ ഇത്തവണ ഇടതുപക്ഷത്തിൻ്റെ കൊടി പാറുമെന്നുള്ളത്. കൊടി നാട്ടാം, പക്ഷേ വോട്ട് കിട്ടില്ല. CPMന് പുറമേ നാളെ കൊണ്ടുവന്ന് കൊടി കെട്ടാം, പക്ഷേ വോട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. CPMൻ്റെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള യാക്കര പോലെയുള്ള, വെണ്ണക്കര പോലെയുള്ള പ്രദേശങ്ങളിൽ പോലും ഇത്തവണ ഞങ്ങളാണ് ലീഡ് ചെയ്യാൻ പോകുന്നത്. CPMൻ്റെ അടിത്തറകളും കണ്ണാടി, അതുപോലെ തന്നെ മാത്തൂർ പഞ്ചായത്തുകളൊക്കെ CPMൻ്റെ പാർട്ടി ഗ്രാമങ്ങളിൽ ഞങ്ങൾ കടന്നു ചെന്ന് കഴിഞ്ഞു. അവരുടെ പരമ്പരാഗതമായിട്ടുള്ള വോട്ട് ബാങ്കിൽ ഞങ്ങൾ കടന്നു ചെന്നു. ഞങ്ങളുടെ 2 പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ കല്ലേറ് നടത്തി. കാരണം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ വോട്ട് ബാങ്കിൽ വലിയ ചോർച്ച ഇത്തവണ ഈ 2 പഞ്ചായത്തുകളിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത്. എന്തായാലും പ്രചാരണ പരിപാടികൾ തുടരുകയാണ്. ഇന്നിപ്പോൾ വൈകുന്നേരമാകുന്നത് വരെയുള്ള സമയം, അത് അത്ര കണ്ട് വീടുകളിലേക്ക് എത്തി കൂടുതൽ വോട്ടർമാരെ നേരിട്ട് കാണുക എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്നത്. നിലവിൽ ആ സ്ഥാനാർത്ഥിയുടെ പര്യടനം കൽപ്പാത്തി മേഖലയിൽ പുരോഗമിക്കുകയുമാണ്. വീഡിയോ ജേർണലിസ്റ്റ് അതുലാംബ്രിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.